ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫാമിലിയിലുള്ള വ്യക്തികൾ ആരാണോ, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലേക്ക് വരുന്ന ആ ഒരു വ്യക്തികൾ ആരാണോ അവരാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നേരിടുന്നവർ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഇനി കാണുകയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അതിനു മുൻപേ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് ഇപ്പോൾ അതിനിടയിൽ സംഭവിക്കുന്നത്, അവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ വ്യക്തി ആ ഒരു ബന്ധത്തിൽ എങ്ങനെയാണ് കടന്നു പോകുന്നത്. ഓക്കേ, സോളിറ്റ്യൂഡ്, awareness, patience and planning, universe, passion ignited, trapped in fear. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഹാർമണി ആണ്. നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുത്ത് നോക്കാം. സെവൻ ഓഫ് വാൻഡ്സ്, magician, king of swords, judgment. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള ഡെത്ത് കാർഡ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഈ കാർഡ്സ് കണ്ടാൽ തന്നെ ഫസ്റ്റ് തന്നെ പറയാൻ പറ്റും, തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇന്നലെയോ ഇന്നോ തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമല്ല, കുറെ നാളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇവര് രണ്ടുപേർക്കും നേരത്തെ അറിയുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഇത് ചിലപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, തേർഡ് പാർട്ടി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന്റെ മുൻപേ എന്തായാലും നേരത്തെ അറിയുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നപ്പോൾ അത് വന്നു കഴിഞ്ഞതിന് ശേഷം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, അതായത് അവർക്ക് നേരത്തെ ലൈഫിൽ അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഈ തേർഡ് പാർട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നു എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, ഇവിടെ ട്രാപ്ഡ് ഇൻ ഫിയർ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ ഫേക്ക് ആയിട്ടാണ്. ഓക്കെ, രണ്ടുപേരും നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാലും മുന്നിൽ അവർ സ്നേഹം കാണിക്കും, അതായത് തേർഡ് പാർട്ടി എടുത്ത് സ്നേഹം കാണിക്കും. പക്ഷെ ഒരിക്കലും അവർ സ്നേഹം ഇല്ല, അവർ ഫേക്ക് ആയിട്ട് നിൽക്കുക, റിയൽ ആയിട്ടല്ല, ജെന്യുവൻ ആയിട്ടല്ല അവര് മുന്നിൽ നിൽക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ അന്ധകാരത്തിൽ പെട്ടുപോയി എന്ന് വേണം പറയണമെങ്കിൽ. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്ന് വേണം ശരിക്കും പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് കാരണങ്ങളുണ്ട് ഇവിടെ.
നിങ്ങളുടെ വ്യക്തിയും ഈ തേർഡ് പാർട്ടിയും തമ്മിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ ലിവിങ് ടുഗദർ ഒക്കെ ആയിട്ട് കഴിയുന്നവരായിരിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ചെയ്തൊരു തെറ്റ്, നിങ്ങളോട് ചെയ്ത തെറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം കർമ്മ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റിനുള്ള പ്രതിഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള, കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മേ ബി അവർ ചിലപ്പം നിങ്ങളുടെ വ്യക്തിയെ ഇതിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാകാം. ഇതിനൊരു അവസരം കൊടുത്തത് നിങ്ങളുടെ വ്യക്തി തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെയാണ് ഈ തേർഡ് പാർട്ടി വന്നതെങ്കിലും, അതിന് മുൻപേ ഉള്ള ഒരു ബന്ധമാണെങ്കിലും എന്താ പറയാ, ഇവര് തന്നെ അവർ ചെയ്ത കൺട്രോൾസിന് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് തല താത്തി കൊടുത്തിട്ട് ഇപ്പോൾ അവരുടെ തലയിൽ കയറി മുടിയെട്ടി കളിക്കുന്ന ഒരു അവസ്ഥ. അതാണ് തേർഡ് പാർട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിക്ക് ഇവരോടുള്ള സ്നേഹം, നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹം റിയൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് അഭിനയിച്ച് നിൽക്കുന്നു എന്ന് വേണം പറയണമെങ്കിൽ. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അഭിനയിച്ച് നിൽക്കുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ട്രാപ്പ് ആയിട്ടാണ്. അതായത് പുറത്തിറങ്ങാൻ പറ്റാതെ അവരുടെ വലയത്തിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥ, ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നു. ഒന്നും തന്നെ അവർക്ക് പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ആര്, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷെ ഈ തേർഡ് പാർട്ടി നിൽക്കുന്നത് എന്തൊരു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരിക്കാം. അതുപോലെ തന്നെ അത് അവരുടെ നേച്ചർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് അവർക്ക് വാശി ഉണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സണുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് നടത്തുക എന്നുള്ളത് അവരുടെ വാശിയായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, അവർക്ക് മുന്നേ അവർ കൊടുത്ത വാക്കുകളുടെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഈ തേർഡ് പാർട്ടിയുടേത് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടുപേരും ആത്മാർത്ഥതയിലല്ല നിൽക്കുന്നത്, രണ്ടുപേരും ഫേക്ക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടി നിൽക്കുന്നു എന്ന് വേണം ശരിക്കും പറയണമെങ്കിൽ. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ ഇങ്ങനെ വലയം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അറിയാം പല ഭവിഷ്യത്തും നേരിടേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഈസി അല്ല. വളരെ പ്ലാൻ ചെയ്ത് ക്ഷമിച്ചിരുന്നുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു സങ്കടം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടാകാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് അറിയുമായിരിക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം. ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിനെ കുറിച്ചിട്ട് നേരത്തെ അറിയുമായിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയപ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ വേറെ വ്യക്തികൾ ആരെങ്കിലും ഒക്കെ. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായതുകൊണ്ട് തേർഡ് പാർട്ടിയിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ പെരുമാറുന്നുണ്ടാകുക. കാരണം അവർക്കറിയാം പെട്ടെന്ന് തേർഡ് പാർട്ടിയിൽ നിന്നും രക്ഷപ്പെട്ടു വരിക എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു കേസ് വരെയൊക്കെ പോകേണ്ടി വരും, കോടതി കേസൊക്കെ ആയിട്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് താൻ അവിടെ നിന്നേ പറ്റത്തുള്ളൂ, നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിന്നേ പറ്റത്തുള്ളൂ എന്നൊരു ചിന്ത അവർക്കുണ്ട്. ഇനിയിപ്പം എന്ത് നേരിടാം എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറല്ല. അതിന് കാര്യമുണ്ട്. ഒരു പുറത്ത് ആളുകളെയെല്ലാം എന്താ പറയാ തന്റെ ഇമേജ് ഇടിഞ്ഞു പോവാതെ, നിങ്ങളുടെ മുന്നിലാണെങ്കിലും മറ്റാളുകളുടെ മുന്നിലാണെങ്കിലും തന്റെ ഇമേജ് ഇടിഞ്ഞു പോവാതെ സൂക്ഷിക്കണം എന്നുള്ളത് ഇവരുടെ ഒരു നേച്ചറാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നല്ല ആളായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ തന്റെ ഇമേജ് പോവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ല. അവർ സ്ലോ ആയിട്ട് നിന്ന് പ്ലാൻ ചെയ്യുന്നു, മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു എന്ന് വേണം പറയണമെങ്കിൽ. പക്ഷെ വളരെ സ്ട്രെസ്സും അതുപോലെ തന്നെ
കുറെ ഇങ്ങനെ ഒന്നിങ്ങനെ എൻഡാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്ന ഒരവസ്ഥയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളെ ചതിച്ചിട്ട് പോയത് കൊണ്ട് അവർ നേരിടുന്ന പ്രശ്നമായിട്ട് വേണമെങ്കിൽ പറയാം, കർമ്മയായിട്ട് അവർ അനുഭവിക്കുന്നതായിട്ടും ഇവിടെ പറയാൻ പറ്റും. തുടക്കം പോയ സമയത്ത് ഈ തേർഡ് പാർട്ടി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താ പറയാ, ഫിനാൻഷ്യലി ഒക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം ചൂസ് ചെയ്തിട്ടുണ്ടാകും. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാകും. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് എൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാകാം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി സംതിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ അല്ല, വിട്ടെറിഞ്ഞ് അവർക്ക് വരാൻ സാധിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് വലുതാണ് എന്നുള്ള ബോധ്യം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. എന്നാൽ ഇപ്പോൾ അവര് ആ തുടക്കം പോയത് മണ്ടത്തരമായി പോയി, അല്ലെങ്കിൽ ചെയ്തത് തെറ്റായി പോയി, ഞാൻ അതിന്റെ ഒരു ശിക്ഷയാണ് അനുഭവിക്കുന്നത്, എനിക്ക് ദൈവമായിട്ട് തന്നതാണ് നിങ്ങളെ ചതിച്ചതിൽ എന്നൊക്കെയുള്ള ഒരു ബോധം, അവയർനെസ് വന്നിട്ടുണ്ട്, യൂണിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, ആ ഒരു ബോധം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഫൈനലി പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫാമിലി ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ഈ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നതെങ്കിൽ ആ രക്തബന്ധം പോലും ശരിക്കും ഉള്ളതല്ല, അതൊരു ഫേക്ക് ആയിട്ട് വേണം എന്ന് പറയാം. ഓക്കെ, അതായത് ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധമല്ല ഓവറോൾ പറയുകയാണെങ്കിൽ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേക്ക് ആയിട്ട് നിൽക്കുന്നു, ഈ ഒരു ബന്ധം നിലനിൽപ്പിന് വേണ്ടി മാത്രം എന്ന് പറയാം. ഇനിയിപ്പോ ഫൈനലിയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് മുന്നോട്ട് എന്താണ് നടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് ബോധം വന്നിട്ടുണ്ട്, അവർ നല്ല രീതിക്ക് ചിന്തിക്കുന്ന എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ജസ്റ്റിസ് വരുന്നതാണ്, ജഡ്ജ്മെന്റ് നടക്കുന്നതാണ് നിങ്ങൾക്ക്. അത് എങ്ങനെയാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് വരുന്നതാണ്. ഡെത്ത് ആണ് വന്നിട്ടുള്ളത്. ഡെത്ത് എന്ന് പറയുകയാണെങ്കിൽ അത് എൻഡ് ആയി പോകുന്നതാണ്, എന്നിട്ട് ഒരു പുതിയ റിയൂണിയൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതായത് ഈ ഒരു സിറ്റുവേഷൻ എൻഡ് വരുന്നതാണ്, ഒരു ജഡ്ജ്മെന്റ് നടക്കുന്നതാണ്. അതിന്റെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്കെതിരെയാണ് കിട്ടാൻ പോകുന്നത്. കാരണം നിങ്ങളാണ് ജെന്യുവൻ ആയിട്ട് നിന്നിട്ടുണ്ടാവുക. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്നു പോകുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരു ജഡ്ജ്മെന്റ്, ഒരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. ഹാർമോണി കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ പോയി നിങ്ങളെ ചീറ്റ് ചെയ്തൊരു വ്യക്തിയെ സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊരു എന്താ പറയാ, നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ചിന്തിക്കുക, അത്രയും നിങ്ങൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. ഇങ്ങനെ ഒരു ചതി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് തയ്യാറാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പിന്നെയും ആ റിലേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലും. ഓക്കെ, ചാൻസ് എത്ര വേണമെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആണ് ഇതിലൊരു ചതിയായി പോയതെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയിൽ ഒരു വലയത്തിൽ വീണ്, വശീകരണം എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കാം ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ വീണ് പോയിട്ടുണ്ടാവുക. അവരായിട്ട് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല, ഒരു സമയത്ത് അവർക്ക് തെറ്റ് പറ്റിയതാണ്. അതിന്റെ ശിക്ഷ അവർ ഇപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രെസ് ആയിട്ടും ആൻസൈറ്റി ആയിട്ടും പേടിയായിട്ടും ഒക്കെ തന്നെ അവർക്ക് അനുഭവിക്കുന്നുണ്ട് അവർ. ഓക്കെ, ആ ഒരു ഇതിലാണ് പോകുന്നത്. പക്ഷെ പുറത്ത് അവരത് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫൈനലി നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് നടക്കുന്നതാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ. ഉടനെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായി പോകും, അതിന് പ്രത്യേകിച്ച് കാലയളവൊന്നും ഇല്ല, നീണ്ടു പോകത്തില്ല എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. അപ്പൊ നിങ്ങൾ റീഡിംഗ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്.